പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ജെയിംസ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെയും ഒപ്പം തന്നെ അസംഷൻ ഡേയുടെയും ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇന്ന് ഒരു പുതിയൊരു വിവാദവുമായി, അങ്ങനെയല്ലേ ഇപ്പൊ വിചാരിക്കുന്നത്, കടന്നു വരുമ്പോഴൊക്കെ ഇങ്ങനെ പുതിയൊരു വിവാദമായിട്ടാണ്. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദിവസവും അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമായി സ്വസ്ഥമായി വീട്ടിലിരിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് അടുത്ത വിവാദവുമായി നമ്മുടെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ കടന്നു വരികയാണ്. ഖുറാത്ത് എന്നൊരു സിനിമ ഇത് അടുത്ത പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സിനിമ പോസ്റ്റ്. ഖുറാത്ത്, സാത്താൻ. കുറെ പടങ്ങൾ നമുക്ക് മുന്നേക്ക് വന്നു, ലൂസിഫർ, അങ്ങനെ ഒരുപാട്. ഇതിനൊക്കെ പിന്നിൽ തിരിച്ചും മറച്ചും വളച്ചും ഒടിച്ചും കൊണ്ടുവരുമ്പോഴൊക്കെ ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് തന്നെ കുത്തി കയറുന്നത്. അതിൽ കുറെ സിമ്പിളിലൊക്കെ ഉണ്ട്, കുരിശിനെ താഴെയാക്കിയുള്ള സിമ്പിൾ. അത് സാത്താൻ വർഷിപ്പുകാരുടെ, അതാണെങ്കിൽ ബ്ലാക്ക് മാസ് വിഭാഗത്തിന് എല്ലാവർക്കും അറിയാം. നമ്മളിടുന്ന ബനിയനുകൾ അല്ലെങ്കിൽ നമ്മളെ പലവിധ എംബ്ലങ്ങള് സാത്താൻ വർഷിപ്പുകാർ ഒരുപാട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ അവരുടെ അടുത്തേക്ക് നല്ല പോകാൻ പോകുന്നത്. നിവിൻ ദാമോദരൻ എന്ന നവാഗതൻ അല്ലെങ്കിൽ പുതിയൊരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിന്റെ പേരാണ് ഖുറാത്ത്. എന്തോട്ടെ, സാത്താന്ന്, പിശാശെന്ന്, ഈവിളെന്ന് എന്ത് പേരാണ് അവർ ഇട്ടോട്ടെ. പക്ഷെ അതിന്റെ അടിയിലെ അടുത്ത വിവാദം കൊണ്ടിട്ടിരിക്കുകയാണ്. അടിയിലെ പേരിട്ടാണ് ഐ ആം ദ പോപ്പ്. എങ്ങനെ ഐ ആം ദ പോപ്പ്. കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സാത്താനാണ് എന്ന് കാണിക്കാൻ കുറച്ച് നാളുകളായി കുറെ പേര് അഭ്യാസം തുടങ്ങിയിട്ട്. ഞാൻ മനസ്സിലാവാതെ ചോദിക്കുക, എന്തേ നിങ്ങൾ മാറി എനിക്ക് തോന്നുന്നു ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ പരീക്ഷണം നടത്തുന്ന സെന്ററാണോ? ഭാരതത്തിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ എടുക്കുന്നുണ്ട്. ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയൊക്കെ പോക്കോട്ടെ. ഈ കൊച്ചു കേരളത്തില് ഇങ്ങനെയുള്ള അഭ്യാസങ്ങള് അടുത്തൊരു പോസ്റ്റ് ഇട്ടു, അത് വിവാദം. ചിലപ്പോൾ അതിലൂടെ കുറെ ഫേമസ് ആയിട്ടുണ്ടാവും. നാദിഷയുടെ അടുത്തൊരു വിവാദം. ഇനി അടുത്ത നവാഗതൻ, പുതുമുഖം, അവർ ചിലപ്പോൾ പേര് കിട്ടാനായിരിക്കാം. ഈ ലേൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. എന്നെ പൊന്നു ഡയറക്ടറെ അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദഗ്ധരെ, അത് എഴുതിയത് ഒരു നസ്രാണിയുടെ പേര് ഞാൻ കണ്ടു, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഈ പേരിട്ടോ, നിങ്ങൾ ഏത് പേര് വേണേ ഇട്ടോ, കുർവാത്തെന്നോ കുറുക്കെന്നോ ഏത് വേണേ പേര് നിങ്ങൾ ഇട്ടോ. പക്ഷെ ഇതില് ഐ ആം ദ പോപ്പ്, പോപ്പ് എന്നുള്ള പേര് വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ ചോദിക്കുക. പോപ്പ് എന്ന് ശബ്ദിക്കുന്ന പേര് ആരുടേതാണ് സാധാരണ വരാൻ പോകുന്നത്? ഈ പോപ്പ് എന്ന് വരുന്ന ക്രിസ്ത്യാനികളെ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികളുടെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഭരണ നേതാവിന്റെ ഒരു പേരാ പോപ്പ് എന്ന് പറയുന്നത്. ഐ ആം ദി പോപ്പ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇട്ടിരിക്കുകയാണ്, ഈ പോപ്പാണ് എന്ത്? പിശാച് അല്ലെങ്കിൽ സാത്താൻ. ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. ബെൻഡിക് മാർപ്പാപ്പയാണ്, ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് അന്ത്യ പോപ്പാണ്, അന്ത്യകാല പോപ്പാണെന്നൊക്കെ കുറെ വിവാദങ്ങളുണ്ട്. മുൻകാലങ്ങളിൽ പല സഭകളും പോപ്പുമാര് എന്നൊക്കെ പറയുന്നത് അത് പിശാചിന്റെ തലപ്പത്ത് എന്നൊക്കെ. ആരുടെ കരങ്ങളായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തില് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്, ഇരുമ്പാണിമേൽ തൊഴിക്കരുത് കേട്ടോ എന്ന്. എന്തിനാ ഇങ്ങനെ ഇരുമ്പാണിമേൽ തൊഴിച്ചുകൊണ്ടിരിക്കുന്നത്? കുറെ കൊല്ലങ്ങളായിരുന്നേ ക്രൈസ്തവ സഭയെ, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവരെ അല്ലെങ്കിൽ ലോക ജനതയെ രക്ഷിക്കാനായി കുരിശിൽ തറച്ചവൻ, അതിലൂടെ കടന്നു വന്ന ക്രൈസ്തവ സമൂഹത്തെ 2000 വർഷമായി തൊഴിക്കാൻ തുടങ്ങിയിട്ട്, ഈ 2000 വർഷം തൊഴിച്ചിട്ടും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. കുറെ പേര് മരിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ കുറെ പേരുടെ പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നഷ്ടപ്പെട്ടോട്ടെ. പക്ഷെ ഇപ്പൊ ഈ കൊച്ചു കേരളത്തില്, വിദ്യാസമ്പന്നരായ ഈ കൊച്ചു കേരളത്തില് ഈ മതങ്ങളെ തമ്മിൽ തല്ലി എന്നൊക്കെ ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളൊക്കെ നാദിഷയുടെ സംവാദത്തില് പ്രമുഖ നടന്മാരും ഡയറക്ടർമാരും ചാനലുകാരൊക്കെ സംസാരിക്കുന്നത് ഇതെന്താ? ഇപ്പോൾ മുൻകാലങ്ങളില്ലാത്ത ഒരു തീവ്രവാദ ചിന്ത എങ്ങനെയാണ് കടന്നു വന്നതെന്ന്.
എന്ത് തീവ്രവാദ ചിന്തയാ ഞങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത്, ഇല്ലെങ്കിൽ പ്രതികരിക്കുന്നവരിൽ കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം PC ജോർജ് എങ്ങനെ പറഞ്ഞു, നാദിർഷയുടെ തല വെട്ടുമെന്ന് ചാനലിൽ തന്നെ വിളിച്ച് ചോദിച്ചു. നാദിർഷ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചപ്പോൾ നാദിർഷ പറയുക, അത് ഞാനൊരു ഓൺലൈൻ ചാനൽ ആരോ പറഞ്ഞു ഓൺലൈൻ ചാനല്. അതുകൊണ്ട് PC ജോർജ് സാർ ഒന്ന് പ്രതികരിച്ചപ്പോൾ നാദിർഷയുടെ തല വെട്ടുമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ചുമ്മാ കള്ളത്തരം പറഞ്ഞുകൊണ്ട് സഭയെ എത്രമാത്രം താറടിക്കാൻ നോക്കുന്നോ നിങ്ങൾ താറടിച്ചുകൊണ്ടിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മെക്കട്ടയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. കുറെ പേരുണ്ട്, ഞാൻ അധികം ആ പേരുകളിലേക്കൊന്നും അധികം പോകുന്നില്ല. കുറെ നാളുകളായി ഇത് അന്ത്യക്രിസ്തു ആണെന്നും അന്ത്യപ്രവാചകനാണെന്നും അന്ത്യപോപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് പല വിധത്തിലും കളിച്ചു നോക്കുന്നുണ്ട്. അവരെടുത്ത് ഞാൻ പറയുന്നത് ഇരുമ്പാണിമേൽ തൊഴിക്കരുത് എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികള് പാവം വിട്ടേക്ക് നിങ്ങള്. അതിനിടയിൽ ഈ ഖുറാത്ത് എന്നൊരു സിനിമ ഇറക്കുക മാത്രമല്ല, അതിലൊറ്റ വാക്ക് ഐ ആം ദി പോപ്പ്, ഐ ആം ദ പോപ്പ്. ഇതിന് മുന്നേ ഒരു വാദം ഇട്ട് തന്നെ നാദിർഷയുടെ ഈശോ നോട്ട് ഫ്രം ബൈബിൾ അത് പറഞ്ഞപ്പോൾ വിവാദം ആ വാക്യം മാറ്റി. ഇനി അടുത്ത വിവാദത്തിന് ഇട്ടിരിക്കുകയാണ് ഐ ആം ദി പോപ്പ് എന്നുള്ളത്. എന്റെ പൊന്നു ഡയറക്ടർ അല്ലെങ്കിൽ പൊന്നു നിർമ്മാതാവേ, ഇങ്ങനെ പേരെടുക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയുടെ ചങ്കിൽ കുത്തരുത് കേട്ടോ. പണ്ടത്തെ പോലെ ക്രിസ്ത്യാനി മൗനമായിരിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിക്കാന്നേ. നിങ്ങൾ സിനിമകളർക്ക് ഇങ്ങനെയൊക്കെ വിവാദമാകുമ്പോൾ നിങ്ങൾക്ക് പേര് ഫേമസ് ആവും. ഫേമസ് ആയി എവിടേക്ക് എത്തുക എന്ന് നിങ്ങൾക്ക് അവസാനം അറിയാം. ദൈവത്തോണ്ട് പറയുക, എത്ര വിവാദങ്ങൾ നിങ്ങൾ പൊട്ടിപ്പുറപ്പെടാലും അല്ലെങ്കിൽ എത്ര പേരെ നിങ്ങൾ കൊന്നടക്കിയാലും ക്രിസ്ത്യാനികൾ തകരില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ രക്ഷകൻ യേശുവാണ്. പിന്നെ ഇങ്ങനെ പ്രതികരിക്കുന്ന എന്നാണെന്നറിയോ, ഞങ്ങൾക്ക് മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാ. ഞങ്ങൾക്ക് ഇങ്ങനെ വായ അടഞ്ഞിരിക്കുകയൊന്നുമല്ല. ഈ പച്ചയായ മനുഷ്യരായതുകൊണ്ട് ഞങ്ങളുടെ സഭയെ ഇങ്ങനെ കുത്തുമ്പോഴുണ്ടല്ലോ, അപ്പോ ഒന്ന് പ്രതികരിക്കുന്നതാ. അത് ദേഷ്യത്തോട് പറയല്ല. ഞാൻ ഓരോ വാദങ്ങൾ ഞാൻ പറയാറുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് വ്യക്തിപരമായി ഒരു വൈരാഗ്യമില്ല. നീ സാത്താനായാലും പിശാചായാലും അല്ലെങ്കിൽ മറ്റേത് ഭാഷയിൽ ഉപയോഗിക്കണ ഏത് ഇവിളാണേലും ഞങ്ങൾക്ക് നിന്നോട് ഒരു പരാതിയുമില്ല. പക്ഷെ ഇങ്ങനെ പോപ്പിനെയും യേശുക്രിസ്തുവിനെയും അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിനെയും യോസേപ്പിതാവിന്റെ ഒക്കെ പേരുകൾ കിട്ടി ഇങ്ങനെ വളച്ചു വച്ചുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ നിശബ്ദരായിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. ടാറ്റ നവീനെ, വീണ്ടും കാണാം നമുക്ക് കേട്ടോ.